മിക്കവർക്കും നേരിടുന്നൊരു പ്രശ്നമാണ്. നമ്മളിപ്പം ഒരു ആംഗുലർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റാണിത്. ഇതിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഹോം, എബൌട്ട്, കോഴ്സസ്, ടീച്ചർ, കോണ്ടാക്ട് ഇതെല്ലാം നമുക്ക് മുകളിൽ ഇവിടെ തന്നെ മാറി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇത് ലോക്കൽ ഹോസ്റ്റാണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ COUR കോഴ്സസ് എന്ന് അടിച്ചു കഴിഞ്ഞാലും പേജിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ എബൌട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എബൌട്ട് പേജിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സംഭവം കിട്ടില്ല. അതായത് ഇപ്പം ഞാൻ അത് ഹോസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്, ഇപ്പം ഞാനിപ്പം ആ ഡൊമൈൻ പേര് മാത്രം അടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹോമിൽ പോകും. ഓക്കെ, എബൌട്ട് ക്ലിക്ക് ചെയ്ത് എബൌട്ട് വരുന്നുണ്ട്. ഇത് ഹോസ്റ്റാണ്, ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ലോക്കൽ ഹോസ്റ്റ് അല്ല. കോഴ്സ് ക്ലിക്ക് ചെയ്താൽ ആ കോഴ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എബൌട്ട് മാറ്റിയിട്ട് ഞാനിവിടെ കോണ്ടാക്റ്റ് എന്ന് മാനുവൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ കോഡാണ് വരുന്നത്. 404 എറർ കോഡാണ് വരുന്നത്. ഇത് മിക്ക ആളുകൾക്കും വരുന്നുണ്ട്. അതായത് ഇപ്പം ഞാനിവിടെ ഒരാൾക്ക് എൻ്റെ കോഴ്സസ് ചോദിക്കുമ്പോൾ ഞാനിവിടെ കോഴ്സസ് എന്ന് മാത്രമുള്ള ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടില്ല. പക്ഷേ സെയിം സംഭവം തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രൊജക്റ്റിൽ ഇവിടെ അതായത് index.html നമ്മുടെ SRCക്കകത്ത് index.html ബോഡി ടാഗിനുള്ളിൽ ബേസ് href എന്ന ടാഗ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് അത്യാവശ്യമാണ്. ഇതുണ്ടെങ്കിലേ നമുക്കത് പ്രവർത്തിക്കത്തുള്ളൂ. ഇത് മാത്രം കൊടുത്തിട്ട് വീണ്ടും ബിൽഡ് ചെയ്തിട്ട് ഒന്ന് ഹോസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ അറിയാമല്ലോ, cPanel ഹോസ്റ്റ് ചെയ്യുമ്പം എങ്ങനെയാണോ അതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ടും വന്നില്ലെങ്കിൽ, ഇപ്പോൾ ഞാനിങ്ങനെ ഇത് ചെയ്തു, അതിനുശേഷം cPanel വന്നില്ലെങ്കിൽ ബേസ് href എന്നുള്ളത്, ഇപ്പോൾ ഞാനിവിടെ ഇതാണ് നമ്മുടെ cPanel. ഓക്കെ, അതിൽ ഫയൽ മാനേജറിൽ ഇതാണ് എൻ്റെ പ്രോഗ്രാം. അതായത് എൻ്റെ ഫയൽ മൊത്തം ഇവിടെയാണുള്ളത്. അതായത് ഈ ഒരു ഫോൾഡറിനകത്ത് ഇതാണ് റൂട്ട് ഫോൾഡർ, അതിലിവിടെയാണുള്ളത്. അതിൽ index.html ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നു. അതിലിവിടെ വരുമ്പോൾ ബോഡി ടാഗിൻ്റെ അകത്ത് ബേസ് href എന്നൊരു ടാഗ് ഉണ്ടാകും നോക്കുക. അത് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് മാത്രം പോരാ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. ചിലർക്ക് വർക്ക് ചെയ്യും, എന്നാലും വർക്ക് ചെയ്യാത്തതാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു .htaccess ഫയൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ റൂട്ട് ഫോൾഡറിൽ ഈ ഇൻഡെക്സ് എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ചിലർക്കത് കാണില്ല. ഇപ്പോൾ ഞാനിവിടെ പെർമിഷനെ ക്ലിക്ക് ചെയ്തിട്ട്, പെർമിഷൻ അല്ലല്ലോ, ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഷോ ഹിഡൻ ഫയൽസ് കൊടുക്കും. ഇപ്പം ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്, എന്നിട്ട് നമുക്ക് ഡോട്ട് ഫയലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോയിട്ട് ഷോ ഹിഡൻ ഫയൽസ് അല്ലെങ്കിൽ ഡോട്ട് ഫയൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ഇവിടെ .htaccess കാണും. അതില്ലാത്തവർ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ഇവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫയൽ നെയിമിൻ്റെ അവിടെ .htaccess എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് ഫയൽ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ htaccess ഫയൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു കോഡ് കൊടുക്കണം. അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ആ കോഡ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ കോഡ്. ഇതൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഒന്ന് നോക്കി വെച്ചേക്ക്. കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ ഹോമിൻ്റെ അവിടെ ഞാനിവിടെ കോണ്ടാക്റ്റ് എന്ന് കൊടുക്കുകയാണ്. കോണ്ടാക്റ്റ് നേരത്തെ വന്നില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് കൊടുക്കുന്നു. വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കോണ്ടാക്റ്റ്, എബൌട്ട് ഒക്കെ കൊടുത്താൽ വരും. എങ്ങനെ കൊടുത്താലും വരും അത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ പ്രശ്നം സോൾവ് ആയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.